ഉണ്ടല്ലോ ജെഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ പൂന്തോട്ടം ഉണ്ടല്ലോ, അതായത് നമ്മുടെ വീടിൻ്റെ പുറകു വശത്തുള്ള പൂന്തോട്ടത്തിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മളവിടെ കുറേ പൂച്ചെടികളൊക്കെ നട്ട് അതിൽ നിന്നും കുറേ വിത്തുകളൊക്കെ പറിച്ചെടുത്തിട്ടാണ് നമ്മുടെ ഓരോ കൂട്ടുകാർക്കൊക്കെ നമ്മൾ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രാവശ്യത്തെ മഴയൊക്കെ ഇങ്ങ് മാറിയപ്പം നമുക്കവിടെ വേറൊരു രീതിയിൽ നമ്മുടെ പൂന്തോട്ടം ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ? അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗത്തുണ്ടല്ലോ ഫുള്ളും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതാണ് കേട്ടോ. നമ്മൾ ചെടികളൊക്കെ നട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് കാട് കയറും. അപ്പോൾ ഇനി അതിൽ നിന്നുള്ളൊരു ശാശ്വത പരിഹാരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഞാനിവിടെ സാധാ ഇങ്ങനെ നിലത്ത് തന്നെയാണ് നമ്മുടെ ചെടികൾ ഫുള്ള് നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ കാട് കയറുന്നതുകൊണ്ട് അത് പറിച്ച് മനുഷ്യൻ മടുത്തു കേട്ടോ. എന്നാൽ പിന്നെ വിചാരിച്ച് നമ്മൾ ഇതുപോലെ കുറച്ച് വീട്ട് മാറ്റൊക്കെ മേടിച്ച് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ ഫുള്ളും അങ്ങ് വിരിച്ചാലുണ്ടല്ലോ, അപ്പം നമുക്കിനി പുല്ല് പറിക്കലിൽ നിന്നും ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഷീറ്റ് മേടിച്ചിട്ട് നമ്മൾ വിരിക്കുകയാണെങ്കിലുണ്ടല്ലോ അത്യാവശ്യം ഒരു 5 വർഷത്തെ ഒരു ഗ്യാരണ്ടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഷീറ്റിന്. അപ്പോൾ നമുക്കിനി ഇതിൽ ചെടികൾ നടണമെങ്കിൽ നമുക്ക് മണ്ണിൽ തന്നെ നടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെടികളൊക്കെ മണ്ണിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ. അങ്ങനെയുണ്ടല്ലോ, ഒരു ദിവസം ചേട്ടായി കടയൊക്കെ ലീവാക്കി ഇത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ പപ്പയും ചേട്ടായും കൂടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ട് മാറ്റ് നമ്മുടെ ഗ്രൗണ്ടിൽ ഫുള്ളായിട്ടും ഇതുപോലെ വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളും വിരിച്ചിട്ട് നമ്മൾ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ മണ്ണുമായിട്ടൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആണി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ഇവിടെ ഈ വീട്ട് മാറ്റ് വിരിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു വിഷ്വലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ? അപ്പോൾ ഇപ്പം നമുക്കിനി നമ്മുടെ ഈ മാറ്റൊക്കെ വിരിച്ചതിന് ശേഷം ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന ചെറിയ അതായത് ചെടികളൊക്കെ നടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെടികൾ നടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ? ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വലിയ കാര്യമായിട്ട് ഞാൻ അധികം ചെടികളൊന്നും വെച്ചിട്ടില്ല, വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇവിടെ അത്യാവശ്യം ഇപ്പോൾ വെച്ചേക്കണ ചെടികളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയൊക്കെ ചെറിയ രീതിയിൽ സ്ഥലങ്ങളൊക്കെ ഉള്ളവർ, പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സ്ഥലമുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാടൊന്നും കയറാതിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നമുക്കിവിടെ കുറച്ച് റോസ് ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചെറിയൊരു തയ്യാറെടുപ്പാണ്. ഇതുപോലെ നമ്മൾ പോട്ടിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ റോസ് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലതിലൊക്കെ പൂക്കൾ വരാൻ തുടങ്ങി, ചിലതിലൊക്കെ നല്ല മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോസൊക്കെ എങ്ങനെയാണ് നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്നത്, ചെടി നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെയൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഞാനൊരു ചെറിയൊരു ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നട്ടേക്കണ ഭാഗമാണിത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. ഇതുപോലെയൊക്കെ പാകി സെറ്റാക്കിയതാണ്. ഇത് നമ്മുടെ സീനിയൻ്റെ ഒക്കെ വിത്ത് കണ്ടോ. ഇതുപോലെ നമ്മുടെ വിത്ത് പാകി മുളച്ചത് കുഞ്ഞി തൈയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി ഒക്കെ ഒരു മെച്ചുവേർഡ് ആയതിനു ശേഷം വേണം നമുക്ക് പറിച്ച് മാറ്റി നടാനായിട്ട്. ഇതൊക്കെ നമ്മുടെ സീനിയർ വിത്തുകളാണ്. ഇതേത് ചെടിയാണെന്നറിയാമോ? അതായത് നമ്മുടെ വെണ്ടച്ചെടി പോലെ സാമ്യമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതാണ് ഹോളി ഹോക്സ്. ഭയങ്കര ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വിത്ത് നമ്മുടെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ കൂട്ടുകാർ നമ്മളോട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ നട്ടിട്ടതാ ഇതുപോലെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ ചെറിയ തൈ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ആസ്റ്ററിൻ്റെ ചെടി. ഇത് ശരിക്കും കണ്ടാലുണ്ടല്ലോ ഒരു ജമന്തിപ്പൂ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫിന് ചെറിയൊരു മാറ്റമുണ്ട്, ഇതുപോലെയാണ് ലീഫുള്ളത്. പക്ഷേ ഇതിൽ പൂക്കൾ വിരിയുമ്പം ഇതുപോലെ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. കുറച്ച് ദിവസം ഈ പൂ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതിൻ്റെ വിത്തുകളൊക്കെ നട്ടിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പുതിയ പുതിയ ചെടികളാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് തൈകളൊക്കെ ആയി നിൽക്കുന്നത്. ഇത് നമ്മുടെ ആസ്റ്ററിൻ്റെ മറ്റൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 2 കളറിലാണ് ഫ്ലവർ ആയിട്ടുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ ഹോളി ഹോക്സിൻ്റെ വിത്ത് മുളച്ച് ചെറുതായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് നല്ലൊരു പ്ലാന്റ് ആയിട്ട് വേണം കേട്ടോ മാറ്റി നടാനായിട്ട്. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ആസ്റ്ററിൻ്റെ സീഡാണ് കേട്ടോ മുളച്ചത്. എന്ത് ഭംഗിയാണെന്നറിയിട്ട് ഫ്ലവറൊക്കെ കാണാനായിട്ട്. ഇനിയുണ്ടല്ലോ ഇതാണ് നമ്മുടെ കോളിയാസിയടി കേട്ടോ, അതായത് കണ്ണാടി ചെടി എന്നൊക്കെ പറയുക. ഇത് നോക്കി ഇതുപോലെ നമ്മളിങ്ങനെ ചെറിയ പോട്ടിലാക്കിയിട്ട് ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണതല്ല കേട്ടോ. വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പിടിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മഴമറേൻ്റെ ഉള്ളിലിരിക്കുന്ന ചെടികളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു വെയിൽ വന്നപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറക്കി വെച്ചതാണ്. ഇതൊക്കെ നമുക്കിനി നല്ലൊരു സ്ഥലമൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു വളമൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുക്കാനുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റൊക്കെ. ഇതാണ് നമ്മുടെ ചെണ്ടുമല്ലി.
ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. അതായത് ഇതിൻ്റെ കുഞ്ഞി പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളോട് കുറേ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർക്കൊക്കെ പ്ലാന്റ് പിടിച്ച് കിട്ടിയോ അല്ലെങ്കിൽ പൂവിട്ടോ, അതായത് നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറേ ചെടികൾ നമുക്ക് അങ്ങോട്ട് കുറച്ച് നാൾ മുന്നേ പൂവിട്ടായിരുന്നു, പക്ഷേ ചെടികളൊക്കെ ഇപ്പം നാശമായി കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് പറിച്ച് മാറ്റിയിട്ട് ഈ ഒരു പോട്ടിലൊക്കെ നമുക്ക് പുതിയ വേറെ ചെടികൾ സെറ്റ് ചെയ്യണേ. ഇനി കാണുന്നതാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. അതായത് നമ്മുടെ കാക്കബന്തി. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ സിംഗിൾ പെറ്റൽ വരുന്നതുണ്ട്, ഇതിൻ്റെ ഡബിൾ പെറ്റൽ വരുന്നത് കണ്ടോ. ഇതുപോലെ കേട്ടോ, ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് നിന്നിട്ടാണ് പൂവിടുള്ളൂ. ഇതിൻ്റെ സിംഗിൾ പെറ്റൽ കണ്ടോ, നല്ല കൂടുതൽ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് കാണാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതായത് ആവശ്യമുള്ളവർക്ക് പൂച്ചെടിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതൊക്കെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഏതൊരു ചെടിയാണെങ്കിലും നമ്മൾ അത് സെറ്റ് ചെയ്യുമ്പോൾ ആ ചെടികളിങ്ങനെ ഒന്നിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ ഞാനിവിടെ ഏത് ചെടി നടുവാണെങ്കിലും വെക്കുന്ന ചെടികളെല്ലാം ഒരേ ടൈപ്പ് ഒരേപോലെ വെക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ വിത്ത് ഇങ്ങനെ ഉണങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അങ്ങ് മൂത്തിട്ടില്ല, വിത്തായി വരുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് മൂക്കാനുണ്ട് കണ്ടോ. ഇവിടെ നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ സീനിയർ ചെടി നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ മണ്ണിലാണ് കേട്ടോ നട്ട് കൊടുത്തേക്കണത്. അപ്പം നമ്മുടെ സീനിയർ ചെടിയൊക്കെ നമ്മൾ മണ്ണിൽ നടുവാണെങ്കിൽ കുറച്ചും കൂടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. പോട്ടിലാണ് നമ്മൾ എപ്പോഴും കൈവളം കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാശത്തുമ്പേൻ്റെ വിത്ത് പാകി മുളപ്പിച്ചതാ തൈകൾ നട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നട്ട ചെടി നമ്മൾ ഇന്നലെ നട്ടതാണ് കേട്ടോ. ഇതൊക്കെ വാടി നിൽക്കുവാണ്. ഇങ്ങനെ നിൽക്കുന്ന ചെടി നമ്മൾ 2-3 ദിവസം നനച്ച് കൊടുക്കുമ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ നഴ്സറിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ നട്ട ചെടിയൊന്നും അല്ല, പക്ഷേ എങ്ങനെയോ ചെറിയൊരു കഷ്ണം ഇവിടെ വന്ന് പെട്ടു. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിറച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പേരറിയുന്നവർ എന്താ ചെടിയെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുണ്ട് ഇതിൻ്റെ ലീഫൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. അതുപോലെ ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് ഇങ്ങനെ കുറേ തൈകളുണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്കിവിടെ കുറച്ച് പരിപാടി ഉണ്ട്. എന്നു വെച്ചാൽ ഇവിടെ ചെറിയ രീതിയിൽ കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കണം. അങ്ങനെ വന്നുണ്ടല്ലോ നമ്മുടെ നഴ്സറീൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അതായത് പിന്നെ കൊടുക്കാൻ വെച്ച ചെടികളാണ് കേട്ടോ. നമ്മുടെ ബോൾസം ചെടികൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതാട്ടോ ഇതുപോലെയൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റ് ആണ്. ഇതുപോലെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. പൂന്തോട്ടമാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് അവിടെ വലിയ കാര്യമായിട്ടുള്ള ചെടികളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ മഴയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മുന്നേ നട്ട് പിടിപ്പിച്ച അങ്ങനത്തെ ചെടികളാണ് കേട്ടോ. പിന്നെ സീനിയാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നട്ട് വെച്ചേക്കണ ചെടി വരുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ കുറേ വിത്തുകൾ പാകി മുളച്ച് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് ഇനി വേണം നട്ട് കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം കേട്ടോ. അതുമാത്രമല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഏകദേശം കുറേ ചെടികളും കൂടെ ആയതിനു ശേഷം നല്ലൊരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ ഓരോരുത്തർ ഇടുന്നത് കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇനി നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.